പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിനെ തുടർന്ന് യൂട്യൂബിലൂടെ ദൈവവചനം പഠിക്കാൻ വരുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ എഗസ്കേൽ പ്രവചനം 25-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നാം കണ്ടു കഴിഞ്ഞത് ഈ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ 4 രാജ്യങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയാണ് 25-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 3 രാജ്യങ്ങൾ അബ്രഹാമിലൂടെ ഇസ്രായേലുമായി പരോക്ഷമായി ബന്ധമുള്ളവരാണ്. അമോന്യരും, മോവാബ്യര്, ഏദോമ്യർ. മറ്റൊന്ന് ഫെലിസ്ത്യർ. അത് ഇസ്രായേൽ ബന്ധമൊന്നുമില്ല, അയൽ രാജ്യമാണ്. ഈ അമോന്യരുടെ മേലെ ന്യായവിധിയെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തത്. അമോന്യരുടെ മേൽ ന്യായവിധി വരാനുള്ള കാരണം ഈ 25-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിലും 6-ാമത്തെ വാക്യത്തിലും എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, എന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമായി തീർന്നപ്പോൾ. 2, ഇസ്രായേൽ ദേശം ശൂന്യമായപ്പോൾ. 3, യഹൂദാഗൃഹം പ്രവാസത്തിലേക്ക് പോയപ്പോൾ അവരെ ചൊല്ലി നീ നന്നായി അങ്ങനെ സംഭവിക്കണം എന്നർത്ഥം വരുന്ന നിലയിൽ നീ പറഞ്ഞു. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇസ്രായേൽ ദേശത്തെക്കുറിച്ച് നീ കൈകൊട്ടി കാലുകൊണ്ട് ചവിട്ടി സർവനിന്ദയോടും കൂടെ ഹൃദയപൂർവ്വം സന്തോഷിച്ചു. ഈ കാരണങ്ങളാലാണ് ദൈവത്തിന്റെ ന്യായവിധി അമോന്യരുടെ മേൽ വരുന്നത്. അവരുടെ മേൽ വരാൻ പോകുന്ന ന്യായവിധി എന്ന് പറയുന്നത്, ഒന്ന്, അത് കിഴക്കൻ ദേശത്തുള്ളവർക്ക് കൈവശാവകാശമാക്കി കൊടുക്കും. കിഴക്കൻ ദേശം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് അറേബ്യൻ മരുഭൂമിയിലുള്ള നാടോടി ഗോത്രവർഗക്കാരാകുന്ന ബെദുക്കൾ അഥവാ ബെദുവിൻസ് ആയിരിക്കാം എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നത് ഇത് ബാബിലോൺകാരായിരിക്കാമെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി മറ്റൊന്ന്, ആ സ്ഥലം ആൾപ്പാർപ്പില്ലാത്ത നിലയിൽ ഒട്ടകങ്ങളുടെ വാസസ്ഥലമായും ആടുകളുടെ മേച്ചിൽപ്പുറമായും അത് തീരും എന്ന് അവരോട് ദൈവം പറഞ്ഞു. ആ നിലയിൽ ന്യായവിധി അവരുടെ മേൽ അയക്കുമെന്ന് യഹോവയായ ദൈവം പറയുന്നുണ്ടായി. അതിനോട് ചേർന്നാണ് അടുത്തതാണ് നമ്മൾ വായിച്ചു കഴിഞ്ഞ ആഴ്ച തുടങ്ങിയായിരുന്നു, മോവാബ്യരുടെ പാപം. മോവാബ്യർ, അമോന്യരും മോവാബ്യരും എന്ന് പറയുന്നത് നമുക്കറിയാം, ലോത്തിന്റെ പെൺമക്കളിൽ ഉണ്ടായ സന്താന പരമ്പരകളാണ് അമോന്യരും മോവാബ്യരും. 2-ാമത്തെ ന്യായവിധി വരുന്നത് മോവാബ്യരുടെ മേലാണ്. മോവാബ്യരുടെ മേൽ വരാനുള്ള ദൈവത്തിന് ന്യായവിധിയുടെ കാരണം എന്ന് പറയുന്നത് 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യഹൂദാഗൃഹം സകല ജാതികളെയും പോലെ അത്രേ എന്ന് മോവാബും സേയീരും പറയുന്നത് കൊണ്ട് ഞാൻ മോവാബിന്റെ മേൽ ന്യായവിധി അയക്കും. സേയീരിനെ കുറിച്ച് ഞാൻ പിന്നെ പറയാം. അപ്പോൾ മോവാബിന്റെ പാപം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം സകല ജാതികളെ പോലെ എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ജാതികളെയും പോലെയാണെന്ന് പ്രസ്താവിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യും. അതാണ് അവരുടെ പാപത്തിന്റെ, അവരുടെ ന്യായവിധിക്കുള്ള കാരണം. ഇത് ദൈവത്തെ ഇൻഡയറക്റ്റ് ആയിട്ട് അപമാനിക്കുകയായിരുന്നു എന്ന് നമുക്ക് നന്നായി അത് മനസ്സിലാക്കാൻ കഴിയും. മറ്റെല്ലാ ജാതികളെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ അപമാനിക്കുകയാണ്. കാരണം
അവർക്ക് എടുത്തു പറയത്തക്കതായ പ്രത്യേകത ഒന്നും ഇസ്രായേൽ ജനത്തിനില്ല എന്ന നിലയിലാണ് ഇവിടെ പറയുന്നത്. ഇത് ദൈവത്തെ അവമാനിക്കുകയാണ് പറയാൻ കാരണം, ഇസ്രായേലിനെ തെരഞ്ഞെടുക്കുകയും അവരെ ഈ നിലയിൽ വളർത്തിക്കൊണ്ട് വന്നതും ഒരു രാഷ്ട്രമാക്കി തീർത്തതെല്ലാം യഹോവയായ ദൈവമാണ്. ആ യഹോവയായ ദൈവം പ്രത്യേകമാകുന്ന ഉടമ്പടി നൽകി, ഉടമ്പടിയിലൂടെ ഇവരെ ഈജിപ്തിൽ നിന്നും പുറപ്പെടുവിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവരെ പഠിപ്പിച്ചു. പല നിയമങ്ങളും കാര്യങ്ങളും അവരെ പഠിപ്പിച്ചു. അങ്ങനെ അവരെ ദൈവം ഒരു രാഷ്ട്രമാക്കി തീർന്നു. ഈജിപ്തിൽ പുറപ്പെടുവിച്ചപ്പോൾ ഒരു രാഷ്ട്രീയ പക്ഷിയുടെയോ ഒരു രാജ്യങ്ങളുടെയോ ആരുടെയും സഹായമോ ശുപാർശകളോ ഒന്നും ചെയ്യാതാണ് ഈ ജനത്തെ ഈജിപ്തിൽ നിന്നും വിടുവിച്ചത്. ഒരു രാഷ്ട്രത്തിന് ഇടപെടൽ ആ കാര്യത്തിലില്ല. ഒരു രാഷ്ട്രീയത്തിന്റെയോ ഒരു ലോകത്തുള്ള രാഷ്ട്ര നേതാക്കന്മാരുടെയോ സാമ്രാജ്യ ശക്തിയുടെയോ കയ്യോ ഇതിന്റെ പിൻപിലില്ലാതെ, യുദ്ധ ഉപകരണങ്ങളില്ലാതെ, വളരെ നിസ്സാരമാകുന്ന നിലയിൽ ദൈവം അവരെ അവിടുന്ന് വെളിയിൽ കൊണ്ടുവന്നു. നമുക്കറിയാം, പിന്നീട് വായിക്കുമ്പോൾ അവർ മരുഭൂമിയിൽ കൂടെ കടന്നു വരുമ്പോൾ ഇവരെ കുറിച്ചുള്ള ഭീതി അവർ വരുന്ന ദേശങ്ങളൊക്കെ പടർന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ വാർത്താ മാധ്യമങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തെ പോലെ ഇല്ലെങ്കിലും ഇങ്ങനൊരു സംഭവം നടന്ന വിവരം അവര് പോകുന്ന സ്ഥലങ്ങളിലുള്ള എല്ലായിടത്തും അറിവായിട്ടുണ്ട്. അപ്പൊ അതിന് കാരണക്കാരാരാണെന്ന് മനസ്സിലാക്കുന്നു, യഹോവ. അപ്പൊ അതുകൊണ്ട് യഹോവയാണ് ഇവരെ അവിടുന്ന് ഇറക്കിക്കൊണ്ട് വന്നു ഒരു സാമ്രാജ്യമാക്കി മാറ്റി, ഒരു ദേശമാക്കി മാറ്റി, ഒരു നേഷനായി, ഒരു രാഷ്ട്രമാക്കി അതിനെ മാറ്റി. അതുകൊണ്ട് അവരെ കുറിച്ച് പറയുന്നു, അവർ ഗോഡ്സ്, ദൈവത്തിന്റെ സ്വന്തം ജനം, ദൈവത്തിന്റെ പെക്യൂലിയർ പീപ്പിൾ. ഇനി മറ്റൊന്ന്, ദൈവരെ ആക്കി വച്ചിരിക്കുന്ന മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി, അതിന്റെ ഒരു ചാനലായി, ഒരു മീഡിയേറ്റർ ആക്കിയാണ് ദൈവരെ ആക്കി വെച്ചിരിക്കുന്നത്. വേദോസ് പറഞ്ഞത്, ഈ ജാതിക്ക് ദൈവം ചെയ്ത പോലെ മറ്റൊരു ജാതിക്കും ദൈവം ചെയ്തിട്ടില്ല. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട് പ്രത്യേകമാകുന്ന ജനത്തെ ദൈവം ആ നിലയിൽ കൊണ്ടുവന്നിട്ടപ്പോൾ ഇവരെ കണ്ടിട്ട്, ഇവർക്ക് സംഭവിച്ചത് കണ്ടിട്ട് മോവാബിൽ പറയുന്നത് ഒരു കളിയാക്കിയുള്ള പറച്ചില. എങ്ങനെ കൊണ്ടുവന്നാൽ എന്താ, എവിടുന്ന് വിടുവിച്ച് കൊണ്ടുവന്നാൽ എന്താ, ഒരു പ്രയോജനമില്ല, മറ്റുള്ള ജാതികളെ പോലെ ഉള്ളൂ അവരും എന്നാണ് ഒരർത്ഥം. എന്ന് പറഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും അവരിൽ, ഈ പറയപ്പെടുന്ന യഹോവ അവർക്ക് വേണ്ടി ചെയ്ത്, യഹോവ അവരുടെ ദൈവമായി കൂടെയിരുന്ന് എന്തെല്ലാം നടത്തി കൊണ്ടുവന്നാലും ശരി, അതിനകത്ത് വലിയ പ്രാധാന്യതയില്ല എന്നാണ് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം, അന്നത്തെ കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തിൽ യുദ്ധം ചെയ്ത് ജയിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ ജയിച്ച രാജ്യത്തിലെ ദൈവത്തിനാണ് തോറ്റ രാജ്യത്തിലെ ദൈവത്തിനേക്കാൾ ശക്തിയുള്ളത്. അതുകൊണ്ടാണ് നെബൂഖദ്നേസർ രാജാവ് ആ 3 എബ്രായ ബാലന്മാരോട് പറഞ്ഞു, നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവനാർ എന്ന് ചോദിക്കാനുള്ള ചോദ്യം അതാ. കാരണം നിന്റെ രാജ്യത്ത് വന്നു, നിങ്ങളെ ആക്രമിച്ചു, ഞാൻ പ്രവാസികളായി ഇവിടെ കൊണ്ടുവന്നു, നിങ്ങളുടെ യെരുശലേം നഗരം ഞാൻ നശിപ്പിച്ചു, യെരുശലേം ദേവാലയം നശിപ്പിച്ചു, അതിനകത്തെ പാത്രങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ടൊന്നും നിങ്ങളുടെ ദൈവം എന്നെ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് എൻ്റെ സാമ്രാജ്യത്തിലെ ദൈവത്തിനാണ് നിന്റെ ദൈവത്തെക്കാൾ ശക്തിയുള്ളത്. അങ്ങനെ ഇരിക്കെ ആ ദൈവം ഈ സാമ്രാജ്യത്തിലുള്ളപ്പോൾ
നിന്റെ ദൈവത്തിന് എങ്ങനെ ഈ സാമ്രാജ്യത്തിനകത്ത് കിടന്ന് നിന്നെ രക്ഷിക്കാൻ കഴിയുമെന്നൊരു ചോദ്യം അതാണ് ചോദിക്കാൻ കാരണം. എന്നുപോലെ ഇവര് പറയാൻ കാരണം, ഈ ദൈവം അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ അവരെ പ്രത്യേകമായി വിടുവിച്ച് ഈ നിലയിൽ കൊണ്ടുവന്നെങ്കിൽ അവരെ രാജ്യത്ത് കയറി ആക്രമിക്കുകയും രാജ്യം നശിപ്പിക്കുകയും അവരെ ആലയം നശിപ്പിക്കുകയും ഈ നിലയിലൊക്കെ ചെയ്തു എങ്കിൽ ആ ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ ആ ദൈവം എവിടെ പോയി എന്നാ പലരും ചോദിക്കാറില്ലേ? അതുപോലൊരു ചോദ്യത്തിന്റെ പരിഹാസമാണ് ഇവരുടെ പറയുന്നത്. അവർക്ക് ഒരു പ്രത്യേകതയും മറ്റുള്ളവരില്ല എന്ന് പറഞ്ഞ് അവരെ വിളിച്ചിറക്കിയ ദൈവത്തിനും ഒരു പ്രത്യേകതയില്ല, ഇവർക്കും ഒരു പ്രത്യേകതയില്ല. അതിന് തെളിവ് ഞാൻ തരാം. ജെരമ്യാ പ്രവചനം 48-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. ജെരമ്യാ പ്രവചനം 48-27. ഇസ്രായേൽ നിനക്ക് പരിഹാസ വിഷയമായിരുന്നില്ലയോ? നീ അവനെ കുറിച്ച് പറയുമ്പോഴൊക്കെയും തല കുലുക്കുവാൻ അവൻ കള്ളന്മാരുടെ കൂട്ടത്തിൽ പിടിപ്പെട്ടിരിക്കുന്നുവോ? അതിന് 26-ാമത്തെ വാക്യം. മോവാബ് യഹോവയുടെ നേരെ വമ്പ് കാണിക്കൊണ്ട് അവന് മത്ത് പിടിപ്പിപ്പീൻ. മോവാബ് തന്റെ ഛർദിയിൽ കിടന്നുരുളും, അവൻ പരിഹാസ വിഷയമായി തീരും. ഇനിയും യെഹെസ്കേൽ പുസ്തകം 36-ാം അധ്യായം 20-ാമത്തെ വാക്യം വെച്ച് യെഹെസ്കേൽ ചാപ്റ്റർ 36 വേഴ്സ് 20. അവൻ ജാതികളുടെ ഇടയിൽ ചെന്ന് ചേർന്നപ്പോൾ ഇവർ യഹോവയുടെ ജനം അവന്റെ ദേശം വിട്ടു പോകേണ്ടി വന്നവനെന്ന് അവർ അവരെ കുറിച്ച് പറയുമാറാക്കിയതിനാൽ അവർ എന്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കി. അടുത്തത്, എങ്കിലും ഇസ്രായേൽ ഗൃഹം ചെന്നു ചേർന്ന ജാതികളുടെ ഇടയിൽ അശുദ്ധമാക്കിയ എന്റെ വിശുദ്ധ നാമത്തെ കുറിച്ച് എനിക്ക് അയ്യോ ഭാവം തോന്നി. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. അവർ ചെന്നു ചേർന്ന ആ ജാതികളുടെ ഇടയിൽ ഇവരെ കുറിച്ച് ഒരു വിലയില്ലാത്ത സംഭാഷണം. കാരണം ഇവരെ ആ നിലയിൽ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് സെറ്റിൽ ചെയ്ത് ഒരു നല്ല സാമ്രാജ്യമായി, നല്ലൊരു രാജ്യമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ ഈ രാജാവ് ചെന്ന് യുദ്ധം ചെയ്ത് ഇത്രയൊക്കെ നശിപ്പിച്ചിട്ടും ആ യഹോവയായ ദൈവം അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. അപ്പൊ ദൈവത്തിന് ശക്തിയില്ല. അപ്പൊ ദൈവത്തിന്റെ ആലയത്തെ അശുദ്ധമാക്കിയിട്ടും ദൈവം അതിനൊന്നും മറുപടി കൊടുത്തില്ല. അതിന് കാരണക്കാരൻ ഇസ്രായേൽ ജാതിയാണ്. അതാണ്, എങ്കിലും ഇസ്രായേൽ ഗൃഹം ചെന്നു ചേർന്ന ജാതികളുടെ ഇടയിൽ അശുദ്ധമാക്കിയ എന്റെ വിശുദ്ധ നാമം. അപ്പൊ ആ നിലയിലേക്ക് അവർ യഹോവയുടെ നാമത്തെ അശുദ്ധമാക്കി. ഇതുകൊണ്ടാണ് മോവാബ്യര് പറഞ്ഞത് ഇസ്രായേലിന് മറ്റ് ജാതികളെ പോലെ അല്ലാതെ വലിയ പ്രത്യേകത ഒന്നുമില്ല എന്ന് പറയാനുള്ള കാരണം. ഇനിയും നമുക്ക് സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 8-9 വാക്യം വായിച്ച് നമുക്കറിയാം. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വരുമ്പോൾ മോവാബ്യർ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ച് മോവാബ്യരെ പേടിച്ചിട്ട് ബിലിയാമിനെ കൊണ്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് അവനെ ശപിക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്നൊരു ഭാഗം അവിടെയുണ്ട്. ആ ഭാഗം ഒന്ന് വായിച്ചു. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? കൊണ്ടുവന്നത് ശപിക്കാൻ കൊണ്ടുവന്ന. ഇവരെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് മോവാബിയുടെ ദേശത്തെത്തി. ഈ മോവാബിയുടെ ദേശത്തെത്തിയപ്പോൾ അവിടുത്തെ ബാലാക്ക് എന്ന് പറയുന്ന രാജാവ് ബിലെയാമിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവരെ ശപിക്കണം, ഇവരെ ഇതുവഴി പോകും, നമുക്ക് ശല്യമാണ്, നമുക്കെന്നും ഇവരെ നശിപ്പിച്ച് ഇല്ലാതാക്കണമെന്ന് മോവാബിയുടെ ചിന്താഗതി ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, കുറെ നാളുകൾക്ക് മുമ്പ് തുടങ്ങിയതാ. അപ്പൊ അതുകൊണ്ട് ബിലെയാമിനെ കൊണ്ടുവന്ന് ബിലെയാമിലൂടെ ശപിക്കാൻ ശ്രമിക്കുകയാണ്. വായിച്ചേ. യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും?
വായിക്കുന്നത് ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല എന്ന് ബലയാം പറഞ്ഞ ആ ഇസ്രായേൽ ജനം സ്വന്തമായി ദൈവം കൊടുത്ത വാഗ്ദത്ത നാട്ടിൽ ചെന്ന് താമസം ആരംഭിച്ച് സെറ്റിലായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മോവാബിൽ അവരെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? ഇവർക്ക് മറ്റ് ജാതികളെക്കാൾ വലിയ പ്രത്യേകത ഒന്നുമില്ല. ആ നിലയിലേക്ക് ഇസ്രായേൽ ജനം ദൈവത്തെ വിട്ട്, ദൈവത്തെ മറന്ന് മറ്റ് ജാതികളുടെ വിഗ്രഹങ്ങളെ സേവിച്ച് ആ നിലയിൽ ജീവിച്ചതുകൊണ്ട് ഇവർക്കുണ്ടായ അനർത്ഥങ്ങൾ നിമിത്തം അശുദ്ധമാക്കപ്പെട്ടത് ദൈവത്തിന്റെ ആലയവും ദൈവത്തിന്റെ നാമവുമാണ്. അതൊരു കാരണക്കാരൻ ഇസ്രായേൽ ജനമാണ്. അവർ ഒരു കാലത്ത് അവരെ നോക്കി പറഞ്ഞ തനിച്ചു പാർക്കുന്നൊരു ജനം, ജാതികളെ കൊണ്ട് എണ്ണപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഈ മോവാബിന് പറയുന്നു ഇവർ മറ്റു ജാതികളെക്കാൾ അവരെ പോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ നിലയിൽ ദൈവത്തെ അവർ അപമാനിച്ചു, ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചു. അപ്പൊ ആ നില ചെയ്തതാണ് മോവാബ്യർ നേരെയുള്ള ദൈവത്തിന്റെ ന്യായവിധിക്കുള്ള കാരണമത. നമുക്കിനി എഗസ്കേൽ പ്രവചനത്തിലേക്ക് വരാം. എഗസ്കേൽ പ്രവചനം 8-ാം അധ്യായം 25-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു. 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പറയുന്നത് കൊണ്ട് ഞാൻ മോവാബിന്റെ പാർശ്വത്തെ അതിന്റെ അതിർത്തികളിലുള്ള പട്ടണങ്ങളിലായി ദേശത്തിന്റെ മഹത്തായ എന്നീ പട്ടണങ്ങൾ മുതൽ തുറന്നു വെച്ച് അവയെ അമ്മോന്യർ ജാതികളുടെ ഇടയിൽ ഓർക്കപ്പെടാതെ ഇരിക്കേണ്ടതിന് അമ്മോന്യരോട് കൂടെ കിഴക്കുള്ളവർക്ക് കൈവശമാക്കി കൊടുക്കും. ഓക്കെ, ഇവിടെ മോവാബ്യ ദേശത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ അരുളപ്പാട്. ഇവർ ചാവ് കണ്ട കിഴക്ക് താഴ്ന്ന പ്രദേശത്ത് താമസിക്കുന്നു. മോവാബിന്റെ പാപം ഞാൻ പറഞ്ഞു ഇസ്രായേൽ മറ്റെല്ലാ ജാതികളെ പോലെയാണെന്ന് പ്രസ്താവിക്കുകയും അതിൽ ആഹ്ലാദിക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് കാരണം. നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, അവര് മരുഭൂമിയിൽ കൂടെ വരുമ്പോൾ ഇവരെ കുറിച്ച് ഭയമായിരുന്നു, ഭീതി. അതുകൊണ്ട് ശപിച്ചിവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാമെന്ന് ശ്രമിച്ചു. പക്ഷെ അത് സംഭവിച്ചു നടന്നില്ല. അപ്പൊ ഇവരിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഇസ്രായേൽ ജനം തന്നെ ഈ ദൈവത്തെ വിട്ട് മറ്റ് ജാതികളുമായി ഇടകലർന്നത് കൊണ്ട് ദൈവത്തിന് നാമം ഇവിടെ ദുഷിക്കപ്പെടുകയാണ്. ദൈവത്തിന് നാമം ഇവിടെ അശുദ്ധമാക്കപ്പെടുകയാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട വസ്തുത, ദൈവത്തിന്റെ നാമം അത് ബലമുള്ള ഗോപുരമാണ്. അതിന് അതിൻ്റെതായ പ്രാധാന്യതയുണ്ട്. അത് അശുദ്ധമാക്കാൻ ദൈവം ഒരു നാളും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ദൈവം ആദ്യം അശുദ്ധമാക്കിയവനെ അവന്റെ മേൽ ദൈവത്തിന് ന്യായവിധി ദൈവം അയച്ചു. പിന്നീട് വന്നപ്പോൾ അവർക്കുണ്ട് അതിനെയും അശുദ്ധമാക്കിയവരുടെ മേൽ ദൈവ ന്യായവിധി വന്നു. ആ ന്യായവിധി വന്നപ്പോൾ അതിൽ സന്തോഷിച്ച മോവാബ്യൻ എന്തു പറഞ്ഞ് സന്തോഷിച്ചു? ഓ, ഇസ്രായേലും മറ്റ് ജാതികളെ പോലെയാണ് എന്ന് പ്രസ്താവിക്കുകയും അതിൽ അവർ സന്തോഷം കണ്ടെത്തുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇവർ ദൈവത്തിന്റെ ജനമായി തുടരുന്നതിൽ മോവാബ്യർക്ക് സന്തോഷമില്ലായിരുന്നു. മോവാബ്യരുടെ ആഗ്രഹം ഈ തനിച്ചു പാർക്കുന്ന ജാതി, ഇവർ ജാതികളോട് എണ്ണപ്പെടാത്തതാണ് എന്നൊക്കെ പറഞ്ഞത് തിരുത്തി കുറിക്കണം. ഇതിന് മാറ്റം വരണം ഒരുപക്ഷെ നാളുകളായി ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നതായിരിക്കാം. സമയം വന്നപ്പോൾ അവന്റെ ഹൃദയത്തിന്റെ അകത്തുള്ളത് അവൻ തുറന്നു പറഞ്ഞു. ഇതാണ് അവിടെ മേൽ ഉണ്ടായ ന്യായവിധി. ഇനി
ഇവിടെ രണ്ട് പേര് പറയുന്നു, മോബാബ്യരും സെയിന്റെയും ഗതി. ഞാൻ സെയിനെ കുറിച്ച് പിന്നീട് പറയാം. അപ്പൊ ഗതി അമോനിയർക്ക് അവരുടെ ഗതി പോലെയാണ്. അപ്പൊ ജനങ്ങളുടെ പരിഹാസമായിരുന്നത്. സങ്കടകരമെന്ന് പറയട്ടെ, എല്ലാ ജനതകളുടെയും പോലെ യഹൂദയിലെ ജനങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ മോബാബിൽ ഇങ്ങനെ പറയാനുള്ള കാരണം അതാണ്. അങ്ങനെയാണെങ്കിലും ദൈവജനത്തിന്റെ അധപ്പതനത്തിൽ സന്തോഷിക്കുകയും ആ സന്തോഷിച്ചതാണ് ഇവരെ കുറ്റക്കാരാക്കി മാറ്റുന്നത്. ഈ കാരണങ്ങളാൽ മോബാബ്യരെ നശിപ്പിക്കുവാൻ യഹോവയായ ദൈവം അവന്റെ ശത്രുക്കളുടെ കയ്യിൽ അവനെ ഏൽപ്പിക്കുകയാണ്. നാം ഇക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് വസ്തുത. ഒന്ന്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുവൻ ചെയ്ത ഉടമ്പടി ലംഘിച്ചാൽ, അവനെടുത്ത തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോയാൽ, ദൈവം തക്ക സമയത്ത് അവനോട് ഇടപെട്ട് അവന് കൊടുക്കേണ്ട ശിക്ഷ സമയത്ത് ദൈവം കൊടുത്തിരിക്കും. എന്നാൽ അത് കണ്ടിട്ട് മറ്റുള്ളവൻ അതിൽ സന്തോഷിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്താൽ യഹോവയായ ദൈവം ഒരിക്കലും വെറുതെ ഇരിക്കത്തില്ല. അതാണ് ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആർക്കെന്ത് സംഭവിച്ചാലും ഒരിക്കലും അതിൽ നമ്മൾ സന്തോഷിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാകരുത്. നാം ഒരിക്കലും സന്തോഷിക്കുകയല്ല. അങ്ങനെ സന്തോഷിക്കുന്നു എങ്കിൽ നാം കുറ്റക്കാരായി മാറ്റപ്പെടും. അതിന് നമ്മൾ തന്നെ വില കൊടുക്കേണ്ടി വരും എന്ന് ഒരു വസ്തു നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ 9ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഞാൻ മോവാബിന്റെ പാർശ്വത്തെ അതിന്റെ അതിർത്തികളിലുള്ള പട്ടണങ്ങളായി ദേശത്തിന്റെ മഹത്വമായ ബേത് യെശീമോത്ത്, ബാൽ മെയോൻ, കിര്യാഥയീം എന്നീ പട്ടണങ്ങൾ മുതൽ തുറന്നു വെച്ച് അവയെ അമ്മോന്യർ ജാതികളുടെ ഇടയിൽ ഓർക്കപ്പെടാതെ ഇരിക്കേണ്ടതിന് അമ്മോന്യരോട് കൂടെ കിഴക്കുള്ളവർക്ക് കൈവശമാക്കി കൊടുക്കും. ഈ അമ്മോന്യരും മോബാബ്യരും കൂടെ ചേർന്ന് ഇസ്രായേലിന്റെ നാശത്തിൽ സന്തോഷിച്ചു. യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ അവരെ കിഴക്കുള്ള ദേശത്ത് കൈവശാവകാശമാക്കി കൊടുക്കും. അമ്മോന്യർക്ക് സംഭവിച്ചതുപോലെ ഇവർക്കും സംഭവിക്കും എന്ന് പറഞ്ഞു. ഇതങ്ങനെ തന്നെ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു. യെരൂശലേമിന്റെ നാശത്തിന്റെ 5 വർഷം കഴിഞ്ഞപ്പോൾ 5ാം വർഷത്തിൽ നെബൂഖദ്നേസർ രാജാവ് തന്റെ നോട്ടം അമ്മോന്യരുടെ മേലും മോബാബിന്റെ മേലും തിരിച്ചു. അവിടേക്ക് വന്ന് അവരോട് പോരാടി അതിനെ ജയിച്ചു. ആ രാജ്യം കൈവശമാക്കി എന്ന് യഹൂദ ചരിത്രകാരനായ ജോസിഫസ് തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ നോക്കണം, യഹോവയായ ദൈവം പറഞ്ഞത് അത് അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കപ്പെട്ടു എന്ന് നമുക്ക് ഈ ഭാഗത്തു നിന്നും വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിവിടെ വായിച്ചപ്പോൾ ചില സ്ഥലങ്ങളുടെ പേര് പറഞ്ഞു. അത് ആ സൈന്യം വടക്കു നിന്ന് ആക്രമിക്കും. അവർ ആദ്യം മികച്ച നഗരങ്ങളിലേക്ക് ചെന്ന് ആ നഗരങ്ങളെ കീഴടക്കും. ആ നഗരങ്ങളുടെ പേരാണ് ഈ 3 നഗരങ്ങൾ ഇവിടെ പറഞ്ഞത്. ഈ 3 നഗരങ്ങളും അർണോൻ നദിയുടെ വടക്കായിരുന്നു. ഇത് ഇസ്രായേൽ പ്രദേശത്തിന്റെ ഒരു ഭാഗമാണ്. ഇതും
BC 583 ബാബിലോൺകാർ മോവാബിനെ ആക്രമിച്ചു. അവരെ കൊല്ലുകയോ നാട് കടത്തുകയോ ചെയ്തിട്ട് ആ രാജ്യം ശൂന്യമായി. അങ്ങനെ അവർ മരുഭൂമിയിലെ അറബികൾ എന്ന് വിളിക്കപ്പെടുന്ന ബെദുക്കൾ അത് കൈവശവശമാക്കി തീർത്തു. അവരുടെ സ്ഥലമായി അത് മാറ്റപ്പെട്ടു. അതുകൊണ്ട് മോവാബ് എന്ന് പറഞ്ഞ സ്ഥലം ഇന്ന് ലോകത്തിൽ നിലവിലില്ല. അപ്പോ ഈ ശിക്ഷയിലൂടെയെല്ലാം ദൈവം തെളിയിക്കുന്നൊരു കാര്യം, യഹോവയായ ദൈവം ഞാനാണ് എന്ന് യഹോവയായ ദൈവം തന്നെത്താൻ അവിടെ തെളിയിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുക. ഇസ്രായേൽ ജനത്തെ ദൈവം ഏൽപ്പിച്ചതാണ് ദൈവത്തിന്റെ നാമം ഉയർത്തിപ്പിടിക്കുവാൻ. എന്നാൽ അവർ അവിശ്വസ്തരായി തീർന്നപ്പോൾ യഹോവയായ ദൈവം തന്നെത്താൻ തന്റെ നാമം ജാതികളിൽ വെളിപ്പെടുത്തി ആമി യഹോവയാണ് ദൈവമെന്ന് അവിടെ തെളിയിക്കുകയാണ് ഈ ന്യായവിധികളൊക്കെ ചെയ്യുന്നത്. നമുക്കറിയാം, ദൈവം എപ്പോഴും ഉപയോഗിക്കുന്നത് മറ്റു രാജ്യങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, നമ്മുടെ കാലക്കണക്ക് പോലെയല്ല, അതിലൊത്തിരി വ്യത്യസ്തമാണ്. ഇസ്രായേൽ തെറ്റ് ചെയ്തു, അത് ദൈവവും അവരും നമ്മളെ ബന്ധമാണ്. ആ ബന്ധത്തിൽ ദൈവം അവർക്ക് ശിക്ഷ കൊടുത്തു. എന്നാൽ അതിൽ സന്തോഷിച്ച മോവാബ്യരും അമോന്യരും സന്തോഷിച്ചതൊന്നും ആരും കണ്ടു കാണത്തില്ലായിരിക്കാം. പക്ഷെങ്കിൽ യഹോവയായ ദൈവം അത് കണ്ടു. മറ്റു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ ജീവിതം ഒരുപക്ഷെ മോവാബിൽ കുറെ നാളുകളായി ഇസ്രായേലിനോട് ഇങ്ങനെ പകയും പിണക്കവുമായിട്ടൊക്കെ പോവുകയായിരിക്കാം. ഇവരുടെ അധപ്പതനം കണ്ട് സന്തോഷിക്കാൻ വേണ്ടി കാത്തിരുന്നവരുടെ കൂട്ടത്തിലായിരിക്കാം ഈ മോവാബ്യർ. ഒരുപക്ഷെ ഇസ്രായേൽ ചിന്തിച്ചു കാണും, എത്ര യുദ്ധം ചെയ്താലും ഇവരെ ഒതുങ്ങുന്നില്ലല്ലോ, ഒന്നും ശല്യമാണല്ലോ എന്ന് പറയുന്നുണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിന് സമയം വന്നപ്പോൾ ദൈവം എല്ലാത്തിനെയും ഒതുക്കേണ്ടടുത്ത് ഒതുക്കി, നിർത്തേണ്ടടുത്ത് നിർത്തി. നമ്മുടെ ജീവിതത്തോടൊന്ന് സാമ്യപ്പെടുത്തി ചിന്തിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ അധപ്പതനങ്ങൾ വരുമ്പോൾ, താഴ്ചകൾ ഒറ്റപ്പെടുന്ന നിലകൾ വരുമ്പോൾ, ഒരുപാട് ചലഞ്ചസുകൾ ഫേസ് ചെയ്യുമ്പോൾ, ഒരുപക്ഷെ നമ്മളെ കണ്ട് ചിരിക്കുന്നവരും നമ്മളെ കളിയാക്കുന്നവരും നമ്മളെ ഒറ്റപ്പെടുത്തുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെങ്കിൽ നമ്മൾ ചിന്തിക്കും, ഇവരെ ദൈവം ഒന്നും ചെയ്യുന്നില്ലല്ലോ, ദൈവം അവർക്ക് ആരോഗ്യം ആയുസ്സും കൊടുത്ത് നിർത്തിയിരിക്കുകയാണല്ലോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അങ്ങനെയാണല്ലോ ഒരിക്കൽ ആസാഫ് ചിന്തിച്ചത്. അങ്ങനെയാണ്. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ട് അഹങ്കാരിയുടെ അസൂയ ഉണ്ടായി എന്നാ വായിക്കുന്നത്. എന്നാൽ ദൈവത്തിന് സമയമുണ്ട് എല്ലാത്തിനും. അതാണ് പുസ്തകത്തിൽ വായിക്കുന്നു, ദൈവത്തിന്റെ സമയം, ഹിസ് ടൈം. ദൈവത്തിന് സമയം, ദൈവം അത് നന്നായി ചെയ്യേണ്ടതുപോലെ ചെയ്യും. അതുകൊണ്ട് ഒരു വിഷയത്തിനും പ്രതികരിക്കുവാൻ നമ്മൾ തയ്യാറാകരുത്. അത് ഗുണമായാലും കൊള്ളാം, ദോഷമായാലും കൊള്ളാം, നമ്മുടെ പ്രിയപ്പെട്ടവരായാലും കൊള്ളാം, അല്ല നമ്മുടെ എതിരാളികളായാലും കൊള്ളാം. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നാം സന്തോഷിക്കാതെ മൗനമായിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവരെ ശപിക്കാതെ അനുഗ്രഹിക്കുകയും ചെയ്താൽ ദൈവം തന്റെ പ്രവൃത്തി തക്ക സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്തെടുക്കും എന്നൊരു കാര്യം ഈ ഭാഗത്തുനിന്നും ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുണർത്തുകയാണ്. നമുക്കിനിയും 12 മുതൽ 14 വാക്യങ്ങൾ ഒന്ന് വായിക്കും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഏദോം യഹൂദ ഗൃഹത്തോട് പ്രതികാരം ചെയ്ത് പകരം വീട്ടി
ഏറ്റവും കുറ്റം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഏദോമിന്റെ നേരെ കൈ നീട്ടി അതിൽ നിന്ന് മനുഷ്യനെയും മൃഗങ്ങളെയും ഛേദിച്ച് അതിനെ ശൂന്യമാക്കി കളയും. തേമാൻ മുതൽ ദേദാൻ വരെ അവർ വാളിനാൽ വീഴും. ഞാൻ എന്റെ ജനമായ ഇസ്രായേൽ മുഖാന്തരം ഏദോമിനോട് പ്രതികാരം നടത്തും. അവർ എന്റെ കോപത്തിനും എന്റെ ക്രോധത്തിനും തക്കവണ്ണം ഏദോമിനോട് ചെയ്യും. അപ്പോൾ അവർ എന്റെ പ്രതികാരം അറിയും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഓക്കെ, ഇത് മറ്റൊരു തലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇനി അടുത്ത ഏദോമിനെ കുറിച്ച് പറയുന്നു. മോവാബിന് തെക്കുള്ള പ്രദേശമാണ് ഏദോം. എല്ലാം ഈ യോർദാൻ നദിയുടെയും ചാവുകടലിന്റെയും ഒക്കെ ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളാണ്. ആ മരുഭൂമികൾക്ക് നേരെയുള്ള ദേശങ്ങളിലാണ് ഏദോമ്യർ തെക്കൻ മലകളിൽ, കിഴക്ക് തെക്കൻ മലകളിലാണ് അവർ താമസിച്ചത്. നമുക്കറിയാം, ഇസഹാക്കിന്റെ 2 മക്കളുണ്ട്. ഒന്ന് യാക്കോബ്, ഒന്ന് ഏശാവ്. ഏശാവിന്റെ സന്താന പരമ്പരകളാണ് ഏദോമ്യർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഏദോമിയുടെ പൂർവികൻ എന്ന് പറയുന്നത് ഏശാവ്. ഇസ്രായേലിന്റെ പൂർവികൻ അവന്റെ സഹോദരനായ യാക്കോബ്. അങ്ങനെയെങ്കിൽ ജ്യേഷ്ഠ സഹോദരന്മാരുടെയും അനുജൻ ജേഷ്ഠന്മാരുടെ മക്കളാണ് ഏദോമ്യരും ഇസ്രായേലും. ഇവർ രണ്ടുപേരുമാണ് അടുത്ത പ്രശ്നം. രണ്ടുപേരുടെ പൂർവികന്മാർ ഒരേ അപ്പനിലും അമ്മയിൽ നിന്നും ജനിച്ചു വളർത്തപ്പെട്ട. ഏദോം ഇസ്രായേലിനും ഇടയിൽ എല്ലായ്പ്പോഴും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏദോമിനെ സെയീർ എന്നും വിളിക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ 9ാമത്തെ വാക്യത്തിൽ വായിച്ചപ്പോൾ മോവാബ്യർക്കും സെയീർക്കും എന്ന് നമ്മൾ വായിച്ചു. ഞാൻ ഇന്നലെ പറയുണ്ടായി, സെയീർ എന്ന് പറയുന്ന പദം പിന്നീട് പറയാമെന്ന് പറഞ്ഞു. നമ്മളെ തൊട്ടുമ്പോ വായിച്ചായിരുന്നു, മോവാബും സെയ്യൂരും പറയുന്നത് കൊണ്ട് എന്ന് നമ്മൾ വായിച്ചു. ഈ ഏദോമിയുടെ മറ്റൊരു പേരാണ് സെയീർ. നമ്മൾ പ്രവാചക പുസ്തകങ്ങൾ പല ഭാഗത്തും നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഏദോം പലപ്പോഴും ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതറിയണമെങ്കിൽ യെഹെസ്കേലിന്റെ പുസ്തകം 35-ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. യെഹെസ്കേലിന്റെ പുസ്തകം 35-ാം അധ്യായം 10-ാം. യഹോവ അവിടെ ഉണ്ടായിരിക്കെ ഈ ജാതി രണ്ടും ഈ ദേശം രണ്ടും എനിക്കുള്ളവയാകും, ഞങ്ങൾ അത് കൈവശമാക്കുമെന്ന് നീ പറഞ്ഞിരിക്കുന്നുണ്ട്. അതാണോ പാസ്റ്റർ? അതെ, ആ 35-ാമത്തെ 1-ാമത്തെ ഭാഗത്ത് കാണുന്നത്, നീ സെയീർ പർവ്വതത്തിനു നേരെ മുഖം തിരിച്ച്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സെയീർ പർവ്വതത്തിന് നേരെ മുഖം തിരിച്ച് അതിനെ കുറിച്ച് പ്രവചിച്ച് അതിനോട് പറയേണ്ടത്. സെയീർ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു, ഞാൻ നിന്റെ നേരെ കൈ നീട്ടി പാഴും ശൂന്യമാക്കും. ഇത് സെയീർ പർവ്വതം പറയുന്നത് ഏദോമിനെ കുറിച്ചാണ് ആ ഭാഗത്ത് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞല്ലോ, ഇവര് രണ്ടുപേരുടെ പൂർവികന്മാർ ഒരിടത്തുനിന്ന് ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. എന്നാൽ നെബൂഖദ്നേസർ യഹൂദക്കെതിരെ വന്നപ്പോൾ ഏദോമിർ അവരെ അംഗീകരിക്കുക മാത്രമല്ല, അവരെ സഹായിക്കുകയും, ആരെ സഹായിച്ചു? ബാബിലോൺകാരെ സഹായിക്കുകയും പ്രതികാരത്തോടെ കാര്യങ്ങൾ ചെയ്തിരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് 137-ാം സംഗീതത്തെ 7-ാമത്തെ വാക്യം വായിച്ച്, ബാബിലോൺ തീരത്ത് വെച്ച് പാടി പാട്ടിന്റെ 137-ാം സംഗീതത്തിൽ 7-ാമത്തെ വാക്യം. ഇടിച്ചു കളവീൻ, അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളവീൻ എന്നിങ്ങനെ പറഞ്ഞ ഏദോമ്യർക്കായി യഹോവേ യെരൂശലേമിന്റെ നാൾ ഓർക്കണമേ.
നോക്കണേ, അവർ പ്രാർത്ഥിക്കുന്ന ഇടിച്ചു കളവീൻ, അടിസ്ഥാനം വരെ ഇടിച്ചു കളവീൻ എന്ന് പറഞ്ഞത് ഏദോമ്യരാ. അപ്പോൾ ബാബിലോൺകാര് വന്നു യെരൂശലേമിനെ ആക്രമിച്ച് അതിനെ നശിപ്പിക്കുമ്പോൾ അവർക്ക് സപ്പോർട്ട് കൊടുത്ത ആളുകളാണ് ഏദോമ്യർ. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ പ്രാർത്ഥനയിൽ ദൈവമേ നീ അതിനെ ഇടിച്ചു കളവീൻ, അടിസ്ഥാനം വരെ ഇടിച്ചു കളവീൻ എന്ന് പറഞ്ഞ ഏദോമ്യർ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഇനി നമുക്ക് വിലാപങ്ങളുടെ പുസ്തകം 4-ാമത് 21-ാമത്തെ വാക്യം. ലാമെന്റേഷൻ ചാപ്റ്റർ 4 verse 21. ഊസ് ദേശത്ത് പാർക്കുന്ന ഏദോം പുത്രിയെ സന്തോഷിച്ചാനന്ദിക്ക, പാനപാത്രം നിന്റെ അടുക്കലേക്ക് വരും, നീ ലഹരി പിടിച്ച് നിന്നെ തന്നെ നഗ്നയാക്കും. സിയോൻ പുത്രിയെ, നിന്റെ അകൃത്യം തീർന്നിരിക്കുന്നു, ഇനി അവൻ നിന്നെ പ്രവാസത്തിലേക്ക് അയക്കുകയില്ല. ഏദോം പുത്രിയെ, അവൻ നിന്റെ അകൃത്യം സന്ദർശിക്കുകയും നിന്റെ പാപങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യും. ഇവിടെ ഏദോമിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും പറയുന്നതാണ്. ഇസ്രായേലിനോട് പറയുന്നു, നിന്നെ ഇനി പ്രവാസത്തിലേക്ക് വിടത്തില്ല, നിന്റെ പാപങ്ങൾക്ക് മോചിച്ചിരിക്കും. ഏദോമിനോട് പറയുന്നു, നിന്റെ പാപങ്ങൾക്ക് തക്കവണ്ണം ഞാൻ നിനക്ക് പകരം ചെയ്യും. അപ്പൊ അവർ യെരൂശലേം യഹൂദന്മാർക്കെതിരെ പ്രവർത്തിക്കുകയും തന്നെ നശിപ്പിക്കാൻ വന്നപ്പോൾ ബാബിലോൺകാർക്ക് പൂർണ്ണ സപ്പോർട്ട് നൽകിയെന്നോ നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് യെരൂശലേമിനെതിരെ ബാബിലോണൊപ്പം നിന്നു. പ്രവാസത്തിന് ശേഷം ഒരു സംഭവം അവിടെ നടന്നു. തെക്കൻ യഹൂദയിൽ ഏദോമിന്റെ അധിനിവേശത്തിന്റെ തെളിവുകളുമുണ്ട്. ഇനി ഈ അതിന്റെ 12-ാമത്തെ വാക്യം വായിച്ചു. അതെ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഏദോം യഹൂദ ഗൃഹത്തോട് പ്രതികാരം ചെയ്ത് പകരം വീട്ടി ഏറ്റവും കുറ്റം ചെയ്തിരിക്കുന്നു. അടുത്ത അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഏദോമിന്റെ നേരെ കൈ നീട്ടി അതിൽ നിന്ന് മനുഷ്യനെയും മൃഗത്തെയും ഛേദിച്ച് അതിനെ ശൂന്യമാക്കി കളയും. 14-ാമത്തെ വാക്യം. ഞാൻ എന്റെ ജനമായ ഇസ്രായേൽ മുഖാന്തരം ഏദോമിനോട് പ്രതികാരം നടത്തും. ഞാൻ എന്റെ ജനമായ ഇസ്രായേൽ മുഖാന്തരമായി എന്റെ പ്രതികാരം ഞാൻ നടത്തും. നമ്മൾ വായിക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ടുള്ള ഭാഗം, ഇത് എങ്ങനെ നടക്കും, സംഭവിക്കുന്നതിനെ കുറിച്ച് നമുക്ക് അല്പം തെറ്റിദ്ധാരണ ഉണ്ടാകാം. കാരണം നോർത്തേൺ രാജ്യം അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി. ഇവ സദേ കിങ്ഡം, യഹൂദ രാഷ്ട്രവും പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. അപ്പൊ ഇനി ഏത് ഇസ്രായേൽ ജനത്തെ കൊണ്ടാണ് ദൈവം ചെയ്യിക്കാൻ പോകുന്നത്? ഇത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു. എന്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് തന്നെ ഞാൻ ഇസ്രായേൽ മുഖാന്തരം ഏദോമിനോട് പ്രതികാരം നടത്തും. ഇതെങ്ങനെ സംഭവിച്ചു ചോദിച്ചാൽ, ഇസ്രായേൽ രാജ്യം തങ്ങളുടെ പ്രവാസകാലം കഴിഞ്ഞിട്ട് മടങ്ങി തിരികെ വന്നു. കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ മക്കാബീരുടെ കാലഘട്ടം എത്തി. മക്കാബീർ എന്ന് പറയുന്ന യഹൂദന്മാരുടെ ഇടയിൽ ഒരു ഗ്രൂപ്പാണ് മക്കാബീർ എന്ന് പറയുന്ന അവരുടെ കാലഘട്ടത്തിലെത്തി. അവരുടെ കാലഘട്ടത്തിൽ യൂദാസ് മക്കാബീർ എന്ന് പറയുന്ന ഒരു നേതാവ്, അവൻ ഈ അധികാരത്തിന് കീഴിലെത്തി. അതിലൊരാളുടെ പേരാണ് ജോൺ ഹിർക്കാസ് എന്ന് പറയുന്ന ഒരു മക്കാബി കുടുംബത്തിലെ ഒരു രാജാവ്. BC 126 ഒരു സംഭവം നടന്നു. ഈ ജോൺ ഹിർക്കാൻസ് ഏദോമിനെ തോൽപ്പിക്കുവാൻ സൈന്യത്തെ നയിച്ചു. ആ ആക്രമണത്തിന് ശേഷം ആ രാജ്യം പിടിച്ചെടുത്തു.
അങ്ങനെ ആ രാഷ്ട്രം പിടിച്ചെടുത്തപ്പോൾ ഇവരെ യഹൂദ രാഷ്ട്രവുമായി യോജിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ ജനതയിലേക്ക് യോജിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ജോൺ ഹിർക്കാൻസ് പറഞ്ഞു, നിങ്ങളെ ഞങ്ങളുടെ യഹൂദ രാഷ്ട്രമായി യോജിപ്പിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭാഗമാണ് എന്ന് അറിയുവാൻ അടയാളമായി നിങ്ങളെ പുരുഷ പ്രജ ഒക്കെയും പരിച്ഛേദന ചെയ്യണം. അങ്ങനെ അവർ നിർബന്ധത്താൽ അവരെല്ലാവരും പരിച്ഛേദന ഏറ്റ് ആ രാഷ്ട്രവുമായി അവർ രാജ്യം യോജിച്ചു. അങ്ങനെ ഏദോം എന്ന് പറയുന്ന രാഷ്ട്രം പൂർണ്ണമായും ഇല്ലാതായി. ആ പേര് പോലും നിലവിലില്ല. അത് പൂർണ്ണമായും യഹൂദ രാഷ്ട്രത്തിന് കീഴിലായി ഹിർക്കാനസ് അവിടെ ഭരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇസ്രായേൽ എന്റെ ജനമാകുന്ന ഇസ്രായേൽ മുഖാന്തരം പ്രതികാരം ചെയ്യും എന്ന് യഹോവയായ ദൈവം പറഞ്ഞുവെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന സാഹചര്യം എങ്ങനെ സംഭവിക്കും? യഹോവയായ ദൈവം പറഞ്ഞത് എങ്ങനെ സംഭവിക്കാന്? സാഹചര്യം നോക്കുമ്പോൾ there is no possibilities. ഒരു സാധ്യതകളുമില്ല. കാരണം വടക്കേ രാഷ്ട്രം നഷ്ടപ്പെട്ടു പോയി. തെക്കേ രാജ്യം കുറെ ഉള്ളത് നശിപ്പിച്ചു. കുറെ എണ്ണം പ്രവാസത്തിലേക്ക് പോയി. രാജാവില്ല, സൈന്യമില്ല, ഒന്നുമില്ലാതിരിക്കുമ്പോൾ എങ്ങനെ ഇനി അവരെ തൊടും എന്ന കാലങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ BC 125 ആയപ്പോൾ മക്കാബിയർ എന്ന് പറയുന്ന ഒരു കുടുംബം അതിനകത്തുനിന്ന് ഉണ്ടാകി വന്നു. അതിൻ്റെ അകത്ത് വന്ന ഒരാളാണ് ജോൺ ഹിർക്കാനസ്. അയാളുടെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്യുകയും ഈ ഏദോമിന്റെ രാജ്യം പിടിച്ചെടുത്ത് അവരെ അവിടെ പ്രവാസികളെ കൊണ്ടുവന്ന് യഹൂദ ജനതയുടെ ഭാഗമാക്കി തീർക്കുവാൻ അവരെ പരിച്ഛേദന നിർബന്ധമായി എടുപ്പിച്ചു. അങ്ങനെ അവർ അതിൻ്റെ അകത്ത് അവർ ഉൾപ്പെട്ടു. പിന്നീട് നമുക്കാണ് യഹൂദ രാഷ്ട്രമായി തീർന്നു. യഹൂദ രാഷ്ട്രം പിന്നീട് റോമന്റെ ആധിപത്യത്തിൽ വരികയും അവിടെ ഹേരോദ് ആ ഭരണം കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു എന്നാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവൾ ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ദൈവം അത് നിവർത്തിച്ചെടുക്കും. നമ്മുടെ ദൃഷ്ടിയിൽ അതിന് സാധ്യതകളില്ല എന്ന് നമ്മൾ നോക്കിയാലും ദൈവം പറഞ്ഞു എങ്കിൽ സാഹചര്യങ്ങളെ ആ നിലയിൽ കൊണ്ടുവന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്തം ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം അത് നിവർത്തിച്ചെടുക്കും. നമുക്ക് ഈ ഭാഗത്തു നിന്നും പഠിക്കാനുള്ളൊരു ഭാഗം അതാണ്. നമ്മുടെ ദൃഷ്ടിയിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുവാൻ ഒരു സാധ്യതകളും ഇല്ലായിരിക്കാം. എന്നാൽ ദൈവം പറഞ്ഞ കാര്യം BC 125 ആയപ്പോഴേക്കും അതങ്ങനെ തന്നെ അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കപ്പെട്ടു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനത്തോടായാലും യൂട്യൂബിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും ഞാൻ പറയട്ടെ, നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ദൈവിക വാഗ്ദത്തങ്ങൾ, അത് ദൈവം തക്ക സമയത്ത് നിവർത്തിച്ചെടുക്കും എന്ന് ഉറപ്പായി ഈ അധ്യായത്തിൽ ഈ വേദഭാഗത്തൂടെ ഞാൻ വിളിച്ചു പറയും. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഈ രാത്രിയിൽ ഞാൻ ഈ ഭാഗം അവിടെ നിർത്തിപ്പോ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. 2 മക്കൾ ജനിച്ചപ്പോൾ, ഏശാവും യാക്കോബും ജനിച്ചപ്പോൾ അവരെ കുറിച്ചുള്ള ഒരു പ്രവചനം ഇങ്ങനെ കിടപ്പുണ്ട്. മൂത്തവൻ ഇളയവനെ സേവിക്കും എന്നൊരു പ്രവചനം ഇവിടെ കിടപ്പുണ്ട്. വേദപണ്ഡിതന്മാർ പറയപ്പെടുന്നത് ഈ ഏദോമ്യരെ കീഴടക്കി യഹൂദ രാഷ്ട്രത്തിന്റെ അധികാരത്തിൻ കീഴിൽ കൊണ്ടുവന്നു. അവരുടെ കീഴിൽ ഇവർ ജീവിച്ചു.
അവർ പരിച്ഛേദന ഏൽക്കേണ്ടി വന്നു. അവർ ആ നിലയിലേക്ക് മാറ്റപ്പെട്ടു. അങ്ങനെ മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് പറയുന്ന പ്രവചനം അവിടെ നിവർത്തിക്കപ്പെട്ടു എന്ന് നാം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. എന്തായാലും ശരി, ആ പ്രവചനം അതായിരുന്നു. കാലങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞ പ്രവചനം അങ്ങനെ തന്നെ നിവർത്തിക്കപ്പെട്ടു. ജോൺ ഹിർക്കാൻസിന്റെ കാലഘട്ടത്തിൽ, മക്കാബിയുടെ കാലഘട്ടത്തിൽ അതങ്ങനെയുള്ള ഒരു ക്രമീകരണത്തിലേക്ക് നീങ്ങുകയും ഏദോമ്യർ അഥവാ മൂത്ത മകനാകുന്ന ഏശാവിന്റെ സന്താന പരമ്പരകൾ ഇളയ മകന്റെ സന്താന പരമ്പരാകുന്ന ഇസ്രായേലിന്റെ അധികാരത്തിന് കീഴിൽ വന്നു അവരെ സേവിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അതുകൊണ്ട് ഈ രാത്രി ഞാൻ വാക്കിവിടെ അവസാനിപ്പിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഞാൻ ഓർപ്പിച്ച പോലെ ദൈവം തന്നെ വാഗ്ദത്തം നിവർത്തിക്കും. അതൊന്നും യാതൊരു മാറ്റമില്ല. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. നമുക്ക് പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.